ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 52-ാം അധ്യായം സൂറത്ത് തൂറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 43 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 44 മുതൽ 47 വരെയുള്ള ആയത്തുകൾ നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഇൻ യറൗ കിസ്ഫം മിനസ് സമാഇ സാഖിതൻ യഖൂലു സഹാബും മർകൂം ഫദർഹും ഹത്താ യുലാഖൂ യൗമഹുമുല്ലദീ ഫീഹി യുസ്ഹഖൂൻ യൗമ ലാ യുഗ്നി അൻഹും കൈദുഹും ശൈഅൻ വലാ ഹും യുൻസറൂൻ വഇന്ന ലില്ലസീന ളലമൂ അസാബൻ ദൂന സാലിക വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. കഴിഞ്ഞ ദിവസം അവിശ്വാസികളോടുള്ള ചില ചോദ്യങ്ങളാണ്, ചിന്തിപ്പിക്കുന്ന ചില ചോദ്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ശേഷം അള്ളാഹു അവിശ്വാസികളുടെ നിലപാടുകൾ പറയാണ്. വഇൻ യറൗ കിസ്ഫം മിനസ് സമാഇ സാഖിതൻ. വഇൻ യറൗ, റഅ എന്ന് പറഞ്ഞാൽ കണ്ടു, യറ എന്ന് പറഞ്ഞാൽ കാണുന്നു. റഅ എന്നുള്ളത് മാദിയായ പദമാണ്, അതായത് പാസ്റ്റ് ടെൻസ് ആണ്, ഭൂതകാലക്രിയയാണ്. യറ എന്നുള്ളത് വർത്തമാനകാലക്രിയ അല്ലെങ്കിൽ ഭാവികാലക്രിയ, പ്രസൻറ്റ് ടെൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസ്, രണ്ടിനും കൂടെ ചേർത്ത് മുളാരി എന്നാണ് പറയാം. അതിൻ്റെ ബഹുവചന രൂപമാണ് യറൗന, അവർ കാണും, അവർ കാണുന്നു. അതിൻ്റെ മുമ്പിൽ ഇൻ വരുമ്പോൾ ഇൻ യറൗ, അവർ കാണുകയാണെങ്കിൽ. അതിൻ്റെയും മുമ്പിൽ ഒരു വാവുണ്ട്, അത്തിഫിൻ്റെ വാവാണ്, തൊട്ട് മുമ്പത്തെ ആയത്തുകളിൽ പറഞ്ഞ കാര്യത്തോട് ചേർത്ത് മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ വഇൻ യറൗ, അവർ കാണുകയാണെങ്കിലും, അവർ കണ്ടാലും എന്ന രൂപത്തിൽ അർത്ഥം കൊടുക്കാനും അത് ഉപയോഗിക്കാം. എന്ത് കണ്ടാൽ? കിസ്ഫൻ, ഒരു കഷ്ണം അല്ലെങ്കിൽ വല്ല കഷ്ണവും. മിനസ് സമാഇ, ആകാശത്തിൽ നിന്നുള്ള. മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്, സമാ ആകാശം. മിനസ് സമാഇ, ആകാശത്തിൽ നിന്ന്. ആകാശത്തിൽ നിന്നുള്ള വല്ല കഷ്ണവും അവർ കണ്ടാൽ. സാഖിത്തൻ, സഖത്ത വീണു, സാഖിത്തൻ വീഴുന്നതായി അല്ലെങ്കിൽ വീണതായി. യഖൂലു, ഖാല പറഞ്ഞു, യഖൂലു പറയുന്നു, യഖൂലൂന അവർ പറയും, അവർ പറയുന്നു. സഹാബുൻ മേഘമാണ് എന്ന്. മർകൂം അട്ടിയിടപ്പെട്ട, അട്ടിയാക്കപ്പെട്ട. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം വഇൻ യറൗ കിസ്ഫം മിനസ് സമാഇ സാഖിതൻ യഖൂലു സഹാബുൻ മർകൂം. ആകാശത്ത് നിന്ന് വല്ല കഷ്ണവും വീഴുന്നതായി അല്ലെങ്കിൽ വീണതായി അവർ കണ്ടാലും അവർ പറയും അതൊരു മേഘമാണ്, അട്ടിയാക്കപ്പെട്ട മേഘമാണത് എന്ന് അവർ പറയും. ഫദർഹും ഹത്താ യുലാഖൂ യൗമഹുമുല്ലദീ ഫീഹി യുസ്ഹഖൂൻ. ഫദർഹും, ഫ ഇസ്തിനാഫിയുടെ ഫ ആണ്, ആകയാൽ എന്നർത്ഥം കൊടുക്കാം. ദർഹും, വസറ എന്ന് പറഞ്ഞാൽ വിട്ടു, ഉപേക്ഷിച്ചു, ഒഴിവാക്കി എന്നൊക്കെയാണ്. അതിൻ്റെ കൽപ്പനക്രിയയാണ് ദർ, നീ ഒഴിവാക്ക്, നീ വിട്ടുകള, നീ ഉപേക്ഷിക്ക്. ഹും അവരെ, ഫദർഹും ആകയാൽ താങ്കൾ അവരെ വിട്ടേക്കുക, അവരെ ഒഴിവാക്കുക, അവരെ വിട്ടുകളയുക. ഹത്താ യുലാഖൂ, ലാഖാ എന്ന് പറഞ്ഞാൽ പരസ്പരം കണ്ടുമുട്ടി എന്നാണ്. യുലാഖി കണ്ടുമുട്ടുന്നു. യുലാഖൂന അവർ കണ്ടുമുട്ടും, അവർ കണ്ടുമുട്ടുന്നു. അതിനു മുമ്പിൽ ഹത്ത വരുമ്പോൾ അതുവരെ. ഹത്താ യുലാഖൂ, അവർ പരസ്പരം കണ്ടുമുട്ടുന്നത് വരെ. എന്തിന്? യൗമഹും, യൗമ ദിവസം, ഹും അവരുടെ, യൗമഹും അവരുടെ ദിവസത്തെ. എങ്ങനെയുള്ള ദിവസമാണത്? അല്ലസീ ഫീഹി യുസ്ഹഖൂൻ. സ്വഹൈഖ എന്ന് പറഞ്ഞാൽ ബോധം കെട്ടു എന്നാണ്. സുഹൈഖ എന്നാവുമ്പോൾ ബോധം കെടുത്തപ്പെട്ടു, മജ്ഹൂൽ രൂപമാണ്, പാസീവ് വോയിസ്. അതിൻ്റെ മുതാരി, ഈ മജ്ഹൂൽ രൂപത്തിൻ്റെ മുതാരിയാണ് യുസ്ഹഖൂ, ബോധം കെടുത്തപ്പെടും, ബോധം കെടുത്തപ്പെടുന്നു, അല്ലെങ്കിൽ മരവിപ്പിക്കും, മരവിപ്പിക്കപ്പെടുന്നു. യുസ്ഹഖൂൻ, അവർ ബോധം കെടുത്തപ്പെടും, അവർ ബോധം കെടുത്തപ്പെടുന്നു. അല്ലസീ ഫീഹി യുസ്ഹഖൂൻ, ഫീഹി എന്ന് പറഞ്ഞാൽ അതിൽ, അല്ലസീ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളതായ. അല്ലസീ ഫീഹി യുസ്ഹഖൂൻ, അവർ അതിൽ ബോധം കെടുത്തപ്പെടുന്നതായ. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം ഫദർഹും ഹത്താ യുലാഖൂ യൗമഹുമുല്ലദീ ഫീഹി യുസ്ഹഖൂൻ. അവർ ബോധം കെടുത്തപ്പെടുന്നതായ അവരുടെ ദിവസത്തെ അവർ കണ്ടുമുട്ടുന്നത് വരേക്കും അവരെ വെറുതെ വിട്ടേക്കുക. അടുത്തായത്ത് യൗമ ലാ യുഗ്നി അൻഹും കൈദുഹും ഷൈഅൻ വലാഹും യുൻസറൂൻ. യൗമ,
അതായത് ദിവസം, തൊട്ട് മുമ്പത്തെ ആയത്തിൽ പറഞ്ഞ ആ ദിവസം, യൗമ അതായത് ദിവസം, ലാ യുഗ്നി, അഗ്ന എന്ന് പറഞ്ഞാൽ ഉപകാരപ്പെട്ടു, പ്രയോജനപ്പെട്ടു എന്നൊക്കെയാണ്. യുഗ്നി ഉപകാരപ്പെടും, ഉപകാരപ്പെടുന്നു, പ്രയോജനപ്പെടുന്നു. ലാ യുഗ്നി ഉപകാരപ്പെടുകയില്ല, അല്ലെങ്കിൽ പ്രയോജനപ്പെടുകയില്ല, ഉപകരിക്കാത്ത. അൻഹും അവർക്ക്, കെയ്തുഹും അവരുടെ തന്ത്രം. കെയ്ത് എന്ന് പറഞ്ഞാൽ തന്ത്രം, ഹും അവരുടെ. ഈ കെയ്ത് എന്നുള്ള വാക്കിന് അവിശ്വാസികളുടെ കാര്യത്തോട് ചേർത്ത് പറയുമ്പോൾ തന്ത്രം എന്നോ കുതന്ത്രം എന്നോ അർത്ഥം കൊടുക്കാം. അള്ളാഹുവിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ തന്ത്രം എന്ന് മാത്രമാണ് അർത്ഥം കൊടുക്കുക. അപ്പോൾ കെയ്തുഹും അവരുടെ തന്ത്രം അല്ലെങ്കിൽ അവരുടെ കുതന്ത്രം. ഷെയ്അൻ ഒട്ടും അല്ലെങ്കിൽ യാതൊന്നും. കെയ്തുഹും ഷെയ്അൻ എന്ന് പറയുമ്പോൾ അവരുടെ യാതൊരു തന്ത്രവും എന്നർത്ഥം കൊടുക്കാം, അല്ലെങ്കിൽ അവരുടെ തന്ത്രം ഒട്ടും എന്നും അർത്ഥം കൊടുക്കാം. വലാഹും യൂൻസറൂൻ, നസറ സഹായിച്ചു, നുസിറ സഹായിക്കപ്പെട്ടു, മജ്ഹൂൽ രൂപം. ആ മജ്ഹൂൽ രൂപത്തിൻ്റെ മുളാരി യൂൻസറു എന്നാണ്, സഹായിക്കപ്പെടും, സഹായിക്കപ്പെടുന്നു. യൂൻസറൂൻ അവർ സഹായിക്കപ്പെടും, അവർ സഹായിക്കപ്പെടുന്നു. അതിൻ്റെ മുമ്പിൽ വലാഹും എന്നുണ്ട്. വലാഹു എന്ന് പറഞ്ഞാൽ അവർ അല്ല. അപ്പോൾ വലാഹും യൂൻസറൂൻ അവർ സഹായിക്കപ്പെടുന്നതുമല്ല, അല്ലെങ്കിൽ അവർ സഹായിക്കപ്പെടുകയില്ല എന്നർത്ഥം. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം യൗമല യുഗ്നി അൻഹും കെയ്തുഹും ഷെയ്അൻ വലാഹും യൂൻസറൂൻ. അതായത് അവർക്ക് അവരുടെ കുതന്ത്രങ്ങൾ ഒട്ടും തന്നെ ഉപകരിക്കാത്ത ദിവസം, അല്ലെങ്കിൽ അവരുടെ യാതൊരു കുതന്ത്രവും അവർക്ക് ഉപകരിക്കാത്ത ദിവസം. മാത്രമല്ല അന്നേ ദിവസം അവർ സഹായിക്കപ്പെടുന്നതുമല്ല, അവർക്ക് യാതൊരു സഹായവും കിട്ടൂല. അടുത്തായത്ത് വ ഇന്ന ലില്ലസീന ലൊലമു അസാബൻ ദൂന സാലിക വലാക്കിന്ന അക്സറഹും ലാ യഅലമൂൻ. വ ഇന്ന, വാവ് അത്തിഫിൻ്റെ വാവാണ്, തൊട്ട് മുമ്പത്തെ ആയത്തിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്, ആൻഡ് എന്നർത്ഥത്തിൽ. ഇന്ന നിശ്ചയമായും, തീർച്ചയായും, ലില്ലസീന ലൊലമു, ലൊലമ അക്രമം ചെയ്തു, ലൊലമു അവർ അക്രമം ചെയ്തു. അതിൻ്റെ മുമ്പിൽ അല്ലദീന ചേർക്കുമ്പോൾ അങ്ങനെയുള്ളവരായ ഒരു കൂട്ടർ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരായ എന്നർത്ഥം കിട്ടും. അല്ലദീന ലൊലമു അക്രമം ചെയ്തവർ, അല്ലെങ്കിൽ അക്രമികൾ. അതിൻ്റെ മുമ്പിൽ ലീ ചേർക്കുമ്പോൾ അവർക്ക് എന്നാവും. ലില്ലസീന ലലമു അക്രമം ചെയ്തവർക്ക്, അക്രമികൾക്ക്. വ ഇന്ന ലില്ലസീന ലലമു നിശ്ചയമായും അക്രമികൾക്കുണ്ട് എന്ത്? അസാബൻ ശിക്ഷ. ദൂന സാലിക, ദൂന പുറമേ, സാലിക അത്, ദൂന സാലിക അതിന് പുറമേ, അതിന് പുറമേ വേറെയും ശിക്ഷയുണ്ട് എന്നർത്ഥം. വലാക്കിന്ന, വാവ് ഇസ്തിനാഫിയുടെ വാവാണ്, പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കേണ്ട. ലാക്കിന്ന പക്ഷേ, അക്സറഹും, അക്സറ എന്ന് പറഞ്ഞാൽ അധികം, കൂടുതൽ, ഹും അവരിൽ, അക്സറഹും അവരിൽ അധികവും, അവരിൽ അധികം ആളുകളും, ലാ യഅലമൂൻ അലിമ അറിഞ്ഞു, യഅലമു അറിയും, അറിയുന്നു, യഅലമൂൻ അവർ അറിയും, അവർ അറിയുന്നു, ലാ യഅലമൂൻ അവർ അറിയുന്നില്ല. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം വ ഇന്ന ലില്ലസീന ലലമു അസാബൻ ദൂന സാലിക നിശ്ചയമായും അക്രമികൾക്ക് അതിന് പുറമേയും ശിക്ഷയുണ്ട്. വലാക്കിന്ന അക്സറഹും ലാ യഅലമൂൻ പക്ഷേ അവരിൽ അധികവും അറിയുന്നില്ല. ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. ആദ്യ ആയത്തിൽ അള്ളാഹു പറയുകയാണ് വ ഇ യറൗ കിസ്ഫം മിനസ് സമാഇ സാഖിതൻ യഖൂലു സഹാബും മർകൂം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന അവിശ്വാസികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. നീ പറയുന്നതിൽ ഞങ്ങൾ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ നീ ആകാശത്തേക്ക് കയറിപ്പോകണം, അവിടെ നിന്ന് ഒരു ഗ്രന്ഥം കൊണ്ടുവരണം, അങ്ങനെ പല രൂപത്തിലുള്ള കാര്യങ്ങളും പറഞ്ഞിരുന്നു. അള്ളാഹു അതിന് മറുപടി പറയാണ്, ഇനി അങ്ങനെയൊക്കെ ചെയ്താൽ പോലും അവർ വിശ്വസിക്കൂല. കാരണം അവരെന്തെങ്കിലുമൊക്കെ ന്യായങ്ങൾ പറഞ്ഞ് വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ന്യായങ്ങൾ പറയാം. അല്ലാതെ ഈ പറയുന്ന കാര്യങ്ങൾ അവർ ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബോധ്യമാകാത്തതൊന്നുമല്ല വിഷയം. വിശ്വസിക്കാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ആകാശത്തു നിന്നൊരു കഷ്ണം താഴത്തേക്ക് വീഴ്ത്തിയാൽ അപ്പോൾ അവർ പറയും അത് ആകാശത്തിൻ്റെ കഷ്ണമൊന്നുമല്ല, അത് ഒരു മേഘം വീണതാണ്, അതൊരു മേഘത്തിൻ്റെ കഷ്ണമാണെന്നൊക്കെ അവർ ചിലപ്പോൾ പറഞ്ഞേക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്ത് കാണിച്ചു കൊടുത്താലും അവരത് അതല്ല എന്ന് പറഞ്ഞ് അതിനെ നിഷേധിക്കുകയും മറ്റെന്തെങ്കിലും വേണമെന്ന് പറയുകയും ചെയ്യും. അതുകൊണ്ട് അവർക്ക് എന്ത് തെളിവ് കാണിച്ചു കൊടുത്തിട്ടും കാര്യമില്ല. വ ഇൻ യറൗ കിസ്ഫം മിനസ് സമാഇ ആകാശത്തിൽ നിന്നൊരു കഷ്ണം തന്നെ അവർക്ക് വീഴുന്നതായിട്ട് കണ്ടാൽ, സാക്യത്തൻ വീഴുന്നതായി അല്ലെങ്കിൽ വീണതായി കണ്ടാൽ, അപ്പോൾ അവർ പറയും യഖൂലു അവർ പറയും സഹാബും മർക്കും അത് ആകാശത്തിൻ്റെ കഷ്ണമൊന്നുമല്ല, അതൊരു അട്ടി ആക്കപ്പെട്ട മേഘമാണെന്ന് അവർ പറയും. അപ്പോൾ അവരോട് എന്ത് തെളിവ് കൊടുത്താലും അവർ വിശ്വസിക്കൂല എന്നർത്ഥം. ഫദർഹും ഹത്താ യുലാഖു യൗമഹുമുല്ലസീ ഫീഹി യുസഖൂൻ
അതിനാൽ താങ്കൾ എന്ത് ചെയ്യണം? അവരെ വിട്ടേക്കുക. അങ്ങനെ അവർ പറഞ്ഞോട്ടെ, അവർ തെളിവൊക്കെ ചോദിച്ച് അങ്ങനെ നടന്നോട്ടെ. അല്ലാതെ അവർ തെളിവ് ചോദിച്ചല്ലോ, ഞാൻ എന്തെങ്കിലും കൊടുക്കണമല്ലോ എന്ന രൂപത്തിൽ താങ്കൾ നിൽക്കേണ്ട. അവരെ വിട്ടേക്കുക. ഏതുവരെ? അവർ ബോധം കെടുത്തപ്പെടുന്നതായ ആ ദിവസം വരെ, അവരുടെ ആ ദിവസം വരെ. അവർ ബോധം കെടുത്തപ്പെടുന്നൊരു ദിവസം വരാനുണ്ട്. ആ ദിവസം വരെ അവരെ വെറുതെ വിട്ടേക്കുക. ഇവിടെ ബോധം കെടുത്തപ്പെടുന്നതായ ആ ദിവസം എന്നുള്ളതിന് അവർ മരിക്കുന്ന ദിവസം എന്ന് അർത്ഥം കൊടുത്ത പണ്ഡിതന്മാരുണ്ട്. മറ്റൊന്ന്, അവർക്ക് ശിക്ഷ ഇറങ്ങുന്ന ദിവസം എന്നർത്ഥം കൊടുത്തവരുണ്ട്. ബദറിൻ്റെ ദിവസം അങ്ങനെ അർത്ഥം കൊടുത്തവരുണ്ട്. ആ ബദറിൻ്റെ ദിവസം വരെ താങ്കൾ അവരെ വെറുതെ വിട്ടേക്കുക. ബദറിൻ്റെ ദിവസം എത്തിക്കഴിഞ്ഞാൽ അവർക്ക് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് കാണാം എന്നർത്ഥത്തിൽ. ലോകാവസാനം വരെ എന്നുള്ള അർത്ഥം കൊടുത്തിട്ടുണ്ട്. ലോകാവസാനം വരെ അവരെ വെറുതെ വിട്ടേക്കുക. പരലോകത്ത് വെച്ച് അവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന രൂപത്തിൽ പല അർത്ഥങ്ങളും അതിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ശിക്ഷ ഇറങ്ങുന്ന ദിവസം, അല്ലെങ്കിൽ അവർ മരിക്കുന്ന ദിവസം, അല്ലെങ്കിൽ ലോകാവസാനം വരെയുള്ള ദിവസം, അല്ലെങ്കിൽ ബദറിൻ്റെ ദിവസം, ഇങ്ങനെ 4 പ്രത്യേകമായ വിശദീകരണങ്ങൾ ഈ ഒരു യുസ്ഹാഖൂൻ എന്നുള്ള ഭാഗത്തിന് കൊടുത്തിട്ടുണ്ട്. ശരി, അപ്പോൾ അവരെ ആ ദിവസം വരെ താങ്കൾ വെറുതെ വിട്ടേക്കുക. അവരുടെ കാര്യം ഞാൻ ഏറ്റു എന്നർത്ഥം. അള്ളാഹു അവരുടെ കാര്യം ഏറ്റു. അവർക്ക് കാലാകാലമൊന്നും ഇങ്ങനെ നടക്കാൻ പറ്റൂല. കുറച്ച് കാലം അവരങ്ങനെ നടക്കും. അതിനുശേഷം അവർക്ക് എന്താണ് നൽകേണ്ടത് എന്ന് എനിക്കറിയാം എന്ന രൂപത്തിലാണ് അള്ളാഹു ഇവിടെ ഈ കാര്യം പറയുന്നത്. ഇനി ആ ദിവസത്തിൻ്റെ പ്രത്യേകത അള്ളാഹു ഒന്നും കൂടെ എടുത്ത് പറയാണ്. യൗമ ലാ യുഗ്നി അൻഹും കൈദുഹും ഷൈഅൻ. അവരുടെ തന്ത്രങ്ങൾ ഒട്ടും അവർക്ക് ഉപകരിക്കാത്ത ദിവസമായിരിക്കും അന്ന്. ആ ഒരു ദിവസം ഉണ്ടല്ലോ, അവർ ബോധം കെടുന്ന ദിവസം, അല്ലെങ്കിൽ അവർ മരിക്കുന്ന ദിവസം, ആ ഒരു ദിവസം അവരുടെ തന്ത്രങ്ങൾ ഒട്ടും അവർക്ക് ഉപകരിക്കൂല. അവരിപ്പോൾ പല കുതന്ത്രങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഈ സത്യവിശ്വാസത്തിനെതിരെ പല കുതന്ത്രങ്ങളും അവർ പ്രവർത്തിക്കുന്നുണ്ട്, പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷേ അവർ ബോധം കെടുത്തപ്പെടുന്ന ആ ദിവസം വന്നെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഒരു കുതന്ത്രവും നടക്കൂല. അവരുടെ ഒരു തന്ത്രവും അവിടെ ഉപകരിക്കൂല. അവർക്ക് അതുകൊണ്ടൊന്നും രക്ഷപ്പെടാൻ കഴിയില്ല. അതൊന്നും അവർക്ക് ഉപകരിക്കൂല. യൗമ, ആ ദിവസത്തിൻ്റെ പ്രത്യേകത, അതായത് ആ ദിവസം, ലാ യുഗ്നി അൻഹും, അവർക്ക് ഉപകരിക്കുകയില്ല, കെയ്തുഹും, അവരുടെ തന്ത്രം, ഷൈഅൻ, ഒട്ടും ഉപകരിക്കൂല, അല്ലെങ്കിൽ അവരുടെ യാതൊരു തന്ത്രവും ഉപകരിക്കൂല. വലാഹും യുൻസറൂൻ, അന്നേ ദിവസം അവർ സഹായിക്കപ്പെടുന്നതുമല്ല. ഒരു സഹായം അവർക്ക് കിട്ടൂല. ഇപ്പോൾ അവർക്ക് ഒരുപാട് പേര് അവരെ സഹായിക്കാനുണ്ട്, അവരുടെ കൂടെ നിൽക്കാനുണ്ട് എന്നൊക്കെ അവർ വിചാരിക്കുന്നുണ്ട്. പക്ഷെ ആ ദിവസം എത്തിക്കഴിഞ്ഞാൽ അവരെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. ഒരാൾക്കും അവരെ സഹായിക്കാൻ കഴിയില്ല. അവർ സഹായിക്കപ്പെടുന്നതുമല്ല. അപ്പോൾ ആ ഒരു ദിവസം അവർക്ക് വളരെ വലിയ ശിക്ഷയുണ്ട് എന്നാണ് ഈ രൂപത്തിൽ പറഞ്ഞത്. എന്നിട്ട് അള്ളാഹു പറയാണ്, വ ഇന്ന ലില്ലദീന ളലമു അസാബൻ ദൂന ദാലിക. ആ അക്രമികൾക്ക് അതിന് പുറമെ വേറെയും ശിക്ഷയുണ്ട്. അതിന് പുറമെ വേറെയും ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞതിനെക്കുറിച്ചും ഖുർആൻ വ്യാഖ്യാതാക്കൾ പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം പറഞ്ഞ കാര്യം പരലോകത്തുള്ള ശിക്ഷയെക്കുറിച്ചാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ പറയുന്ന കാര്യം അത് ഈ ലോകത്ത് അവർ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ചെറിയ ശിക്ഷകളെക്കുറിച്ചാണ് എന്ന് അഭിപ്രായം പറഞ്ഞവരുണ്ട്. അപ്പോൾ പരലോകത്ത് അവർക്ക് ശിക്ഷയുണ്ട്, ബദറിൽ അവർക്ക് ശിക്ഷ കിട്ടി എന്ന രൂപത്തിലൊക്കെ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഏതായാലും അവർക്ക് വലിയ ശിക്ഷയുണ്ട്, അതിന് പുറമെ ചെറിയ ശിക്ഷകളും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അല്ലെങ്കിൽ പരലോകത്ത് വെച്ച് തന്നെ അവർക്ക് വേറെയും ശിക്ഷയുണ്ട്, അങ്ങനെയും ആവാം. ഏതായാലും ആ അക്രമികൾക്ക് വളരെ വലിയ ശിക്ഷയുണ്ട്. വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ, പക്ഷേ അവരിൽ അധികവും കാര്യം മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അവരിൽ എല്ലാവരും കാര്യം മനസ്സിലാക്കുന്നില്ല എന്നല്ല പറഞ്ഞത്, അവരിൽ അധിക പേരും കാര്യം മനസ്സിലാക്കുന്നില്ല. കാരണം വളരെ ചെറിയ കുറച്ച് പേരൊക്കെ ഒരുപക്ഷേ ഇത് പറയുമ്പോഴും ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നേർവഴിയിലേക്ക് വരാനുള്ള കാര്യങ്ങൾ ചിന്തിച്ചേക്കാം. എന്നാൽ അവരിൽ ബഹുഭൂരിപക്ഷവും അധികം ആളുകളും യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല, കാര്യം മനസ്സിലാക്കുന്നില്ല. അവർക്ക് ലഭിക്കാൻ പോകുന്ന വലിയ ശിക്ഷയെക്കുറിച്ച്, അവർ യഥാർത്ഥത്തിൽ ജീവിക്കേണ്ട ജീവിത രീതിയെക്കുറിച്ച് അവർ മനസ്സിലാക്കുന്നില്ല. ഇതാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു പറയുന്നത്. നമുക്ക് ഈ ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. വഇയറൗ, യാഇൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നു. ആ നൂനിനെ യാഇലേക്ക് ലയിപ്പിക്കണം, മണിക്കണം. ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ വഇയറൗ, വഇൻ എന്ന് പറയില്ല, ആ നൂന് യാഇലേക്ക് ലയിപ്പിക്കുക. അപ്പോൾ നൂന് കാര്യമായിട്ട് കേൾക്കൂല. വഇയറൗ. കിസ്ഫൻ, അതിൻ്റെ അവസാനത്തിൽ തൻവീന് വന്നു, ശേഷം മീമാണ്. മീമിൻ്റെ മുമ്പ് തൻവീന് വന്നാൽ ആ തൻവീനിനെ മീമിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. അപ്പോൾ ഇവിടെയും ഇദ്ഗാം ബിഗുന്ന. കിസ്ഫമ്മിന, കിസ്ഫമ്മിന.
മിനസ്സമായി. അവിടെ മാ എന്നുള്ള നീട്ടലിന് ശേഷം ഹംസ വന്നു, മദ്ദിന് ശേഷം ഹംസ വന്നു, ഒരേ പദത്തിലാണ്, അടുത്തടുത്താണ്. അങ്ങനെയാവുമ്പോൾ നിർബന്ധമായും 4 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടണം, മദ് മുത്തസിൽ. അപ്പോൾ സമായി. സാഖിത്തൻ അതിൻ്റെ അവസാനത്തിൽ തൻവീനാണ്, ശേഷം യാ ആണ്. യാഇൻ്റെ മുമ്പ് തൻവീൻ വന്നാൽ ആ തൻവീനിനെ യായിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇത് കാമ്പികുന്ന ഇവിടെയും. അപ്പോൾ സാഖിത്തൈ യഖൂലു, സാഖിത്തൈ യഖൂലു. സഹാബുൻ അവിടെ ഒരു തൻവീൻ വന്നു അവസാനത്തിൽ, ശേഷം മീമാണ്. ആ തൻവീനിനെ മീമിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇത് കാമ്പികുന്ന. സഹാബും മർക്കും, സഹാബും മർക്കും. അവസാനത്തെ മീമിന് സുക്കൂന്, തൊട്ട് മുമ്പുള്ള നീട്ടിൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ വേണമെങ്കിൽ ആവാം. ഫസർഹും ഹത്താ യുലാഖു യൗമഹുമുല്ലദി. യൗമഹും എന്നാണ് ശരിക്ക്. എന്തുകൊണ്ട് യൗമഹുമു എന്നായി? യൗമഹും എന്നെഴുതി കഴിഞ്ഞാൽ ആ യൗമഹും എന്നുള്ളതിൻ്റെ അവസാനത്തെ മീമിന് സുക്കൂന്, അല്ലസി എന്നുള്ളതിലെ ആദ്യത്തെ ഉച്ചരിക്കുന്ന അക്ഷരം ഹംസത്ത് വസ്ലിൽ ചേർക്കൂല, അത് പരിഗണിക്കൂല. ശേഷം ആദ്യത്തെ ഉച്ചരിക്കുന്ന അക്ഷരം എന്നുള്ളത് ലാമാണ്, ശദ്ദുള്ള ലാം. അതിനെ പിരിച്ചെഴുതിയാൽ അവിടെ ആദ്യത്തെ ലാമിന് സുക്കൂനായിട്ടാണ് വരിക. അപ്പോൾ അടുത്തടുത്ത് 2 സുക്കൂനുകൾ വരുന്ന പ്രശ്നം വരും. യൗമഹും എന്നുള്ളതിൻ്റെ അവസാനത്തിലും സുക്കൂന്, അല്ലസി എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഉച്ചരിക്കുന്ന ആദ്യത്തെ അക്ഷരത്തിനും സുക്കൂന്. അങ്ങനെ അടുത്തടുത്ത് 2 സുക്കൂനുകൾ വരുമ്പോൾ ആദ്യത്തെ സുക്കൂനിനെ മാറ്റണം. അങ്ങനെ മാറ്റിയതാണ് യൗമഹും എന്നുള്ളത് യൗമഹുമു എന്നാക്കിയത്. ഇൽത്തിഖാ ഉസാക്കിനൈൻ എന്നാണ് നിയമത്തിൻ്റെ പേര്. യൗമഹുമുല്ലസി ഫീഹി യുസ്ഹഖൂൻ, അവസാനത്തെ നൂന് സുക്കൂന്, തൊട്ട് മുമ്പുള്ള നീട്ടിൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. അടുത്തായത് യൗമല യുഗ്നി അൻഹും. അൻഹും എന്നുള്ളത് ഹാഇൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് ഇൽഹാർ ചെയ്യുക, വെളിവാക്കി പറയാം. അൻ എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. കെയ്തുഹും ഷെയ് അൻ, അവസാനത്തിൽ തൻവീന്, ശേഷം വാവാണ്. ആ തൻവീനിനെ വാവിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. ഷെയ് വല, ഷെയ് വല. വലാഹും യോസറൂൻ, സ്വാദിൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക, അവ്യക്തമാക്കി മണിക്കുക. യോസറൂൻ. യുൻ എന്ന് നൂനിൻ്റെ ശബ്ദം പുറത്തേക്ക് വെളിവായി കേൾക്കാൻ പാടില്ല, അവ്യക്തമാക്കി, വ്യക്തമല്ലാത്ത രൂപത്തിൽ പറയാം. അപ്പോൾ യോസറൂൻ, അവസാനത്തെ നൂന് സുക്കൂന്, തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. വ ഇന്ന ലില്ലദീന, ഇന്ന നൂനിൻ്റെ ശബ്ദം മണിക്കുക. ലൊലമു അസാബൻ, അതിൻ്റെ അവസാനത്തിൽ തൻവീന്, ശേഷം ദാലാണ്. ദാലിൻ്റെ മുമ്പ് തൻവീന് വന്നാൽ ഇഖ്ഫ ആണ് നിയമം, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക, അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കുക. അപ്പോൾ അസാബൂന, അസാബൂന. ദാലിക്ക വലാക്കിന്ന നൂനിൻ്റെ ശബ്ദം മണിക്കുക. അക്സറഹും ലാ യഅലമൂൻ, അവസാനത്തെ നൂനിന് സുക്കൂന്, തൊട്ട് മുമ്പുള്ള നീട്ടിൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. നമുക്ക് ഈ ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ നോക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഇൻ യറൗ കിസ്ഫം മിനസ് സമാഇ സാഖിതൻ യഖൂലു സഹാബും മർകൂം. ഫദർഹും ഹത്താ യുലാഖു യൗമഹുമുല്ലസീ ഫീഹി യുസ്ഹഖൂൻ. യൗമ ലാ യുഗ്നി അൻഹും കൈദുഹും ശൈഅൻ വലാ ഹും യുൻസറൂൻ. വഇന്ന ലില്ലസീന ളലമൂ അസാബൻ ദൂന സാലിക വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. ഗ്രാമർ നോക്കുകയാണെങ്കിൽ വഇൻ, ഇൻ എന്നുള്ള പദം വന്നു കഴിഞ്ഞാൽ അതിനുശേഷം 2 മുളാരിയായിട്ടുള്ള ക്രിയകൾക്ക് ജസ്മ കിട്ടും പലപ്പോഴും. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇൻ യറൗ, അവർ കാണുകയാണെങ്കിൽ. കാണുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ആ ഭാഗത്താണ് പിന്നെ അടുത്തൊരു ജസ്മ വരിക. ഇവിടെ യറൗ എന്നുള്ളത് ജസ്മ കിട്ടിയ രൂപത്തിലാണ്. കാരണം യറൗന എന്നാണ് ശരിക്കും മുളാരിയായിട്ടുള്ള ബഹുജൻ രൂപം. അതിൻ്റെ അവസാനത്തെ നൂനെ കളഞ്ഞു. എന്തിനാണ് നൂനെ കളഞ്ഞത്? ജസ്മ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്മ കൊടുക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ മനസ്സിലേക്ക് വരെ സുക്കൂൻ ഇടുക എന്നാണ്. എപ്പോഴും അങ്ങനെയല്ല. ഇപ്പോൾ യക്തുബു എന്നുള്ളതിന് ജസ്മ കൊടുക്കാൻ പറഞ്ഞാൽ യക്തുബ്, അവസാനത്തിൽ സുക്കൂനാണ് കൊടുക്കുക. അതേപോലെയല്ല എപ്പോഴും വരിക. ഇവിടെ യറൗന എന്നൊക്കെ ആകുമ്പോൾ അതിൻ്റെ അവസാനത്തെ നൂനെ കളയും, യറൗ എന്നാവും. ആ ഇന്ന് വന്നതുകൊണ്ടാണ് യറൗന എന്നുള്ളതിന് ജസ്മ കൊടുത്തത്, അങ്ങനെ അത് യറൗ എന്നായി. അപ്പോൾ ഒരു മുളാരിയായിട്ടുള്ള ക്രിയക്ക് ജസ്മ കിട്ടി. ഇനി അതിൻ്റെ ഒരു ജവാബായിട്ട് വരുന്ന ഭാഗത്താണ് അടുത്ത മുളാരിയായിട്ടുള്ള ക്രിയക്ക് ജസ്മ കിട്ടുക. വഇൻ യറൗ, അവർ കാണുകയാണെങ്കിൽ. കിസ്ഫം മിനസ് സമാഇ സാഖിതൻ, ആകാശത്തു നിന്ന് ഒരു കഷ്ണം വീഴുന്നതായിട്ട് അവർ കാണുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? യഖൂലു, അവർ പറയും. അപ്പോൾ അതാണ് അവിടെ ജവാബായിട്ട് വരുന്നത്. ആകാശത്തു നിന്നൊരു കഷ്ണം വീഴുന്നതായിട്ട് അവർ കണ്ടാൽ യഖൂലു, അവർ പറയും. അവിടെയാണ് അതിൻ്റെ ജവാബ്, അതിൻ്റെ ഒരു മറുപടി ഭാഗം വരുന്നത്. അവിടെ യഖൂലൂന എന്നാണ് ശരിക്ക്. അത് യഖൂലു എന്നാക്കിയത് ജസ്മ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇൻ വന്നപ്പോൾ 2 മുളാരിയായിട്ടുള്ള ക്രിയകൾക്ക് ജസ്മ കിട്ടി. ഒന്ന് യറൗന എന്നുള്ളത് യറൗ എന്നായി, യഖൂലൂന എന്നുള്ളത് യഖൂലു എന്നായി. ഇനി വഇൻ യറൗ കിസ്ഫൻ, വഇൻ യറൗ അവർ കാണുകയാണെങ്കിൽ, കിസ്ഫൻ ഒരു കഷ്ണത്തെ. അപ്പോൾ കിസ്ഫൻ എന്നുള്ളത് മഫ്ഊലും ബിഹിയാണ്, ഒബ്ജക്റ്റാണ്, കർമ്മാണ്. മഫ്ഊലും ബിഹിക്ക് എപ്പോഴും ഇറാബ് നസ്ബായിരിക്കും, സാധാരണഗതിയിൽ ഫത്ത് കൊണ്ടോ ഫത്ത് തൻവീന് കൊണ്ടോ.
ഇവിടെ കിസ്ഫൻ എന്നുള്ളത് മഫ്ഉലുൻ ബിഹിയാണ്, അതിന് നസ്ബ് കൊടുക്കണം. അതുകൊണ്ടാണ് കിസ്ഫൻ ഫതഹ തൻവീൻ ഇട്ട് എഴുതിയത്. മിനസ് സമാഇ, മിൻ എന്നുള്ളത് ഹർഫ് ജറാണ്, അതിനുശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും. മിൻ വന്നതുകൊണ്ടാണ് സമാഇ എന്ന അവസാനത്തിൽ കസ്റിട്ട് എഴുതിയത്. സാഖിത്തൻ, അത് ഹാലിൻ്റെ പദമാണ്, അവസ്ഥയെ സൂചിപ്പിക്കുന്ന പദമാണ്. അത് നസ്ബിൻ്റെ രൂപത്തിലാണ് എഴുതുക. വീഴുന്നതായി അല്ലെങ്കിൽ വീണതായി. യഖൂലു സഹാബുൻ മർക്കൂം, സഹാബ് എന്നുള്ളതിനെ വിശേഷിപ്പിക്കുന്ന പദമാണ് മർക്കൂം, സിഫത്താണ്. ഒരു പദത്തെ മറ്റൊരു പദം കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ രണ്ടിനും ഒരേ രൂപഘടനയാണ് കിട്ടുക. അപ്പോൾ സഹാബുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ലമ്മ് തൻവീനാണ്, അല്ലെങ്കിൽ റഫ് ചെയ്യപ്പെട്ട രൂപത്തിലാണ്. മർക്കൂം എന്നുള്ളതിൻ്റെ അവസാനത്തിലും ലമ്മ് തൻവീനാണ്, അതും റഫ് ചെയ്യപ്പെട്ട രൂപത്തിലാണ്. രണ്ടിനും ഒരേ രൂപഘടന. അതാണ് സിഫത്തിൻ്റെ അല്ലെങ്കിൽ നാഅത്തിൻ്റെ പ്രത്യേകത. അടുത്ത ആയത്തിൽ ഫദർഹും, വസറ എന്നുള്ളതിൻ്റെ കൽപ്പനക്രിയയാണ് ദർ എന്നുള്ളത്. ഹത്ത യുലാഖു, ഹത്ത വന്നു കഴിഞ്ഞാൽ ഹത്തയ്ക്ക് ശേഷം സാധാരണഗതിയിൽ ഒരു അൻ മറിഞ്ഞിരിക്കുന്നു എന്നാണ് പറയാം. യുലാഖു, ആ യുലാഖു എന്നുള്ള പദം ശരിക്കും യുലാഖൂന എന്നാണ്. അതിൻ്റെ മുമ്പിൽ ഹത്ത വന്നപ്പോൾ ആ മുദാരിയായിട്ടുള്ള യുലാഖൂന എന്നുള്ള പദത്തിന് നെസ്ബ് കിട്ടി. നെസ്ബ് കിട്ടുമ്പോഴും അവസാനത്തെ നൂനെ കളയാണ് ചെയ്യുക. അപ്പോൾ ഹത്ത യുലാഖൂന എന്ന് പറയില്ല, ഹത്ത യുലാഖു എന്നാണ് പറയുക. ഹത്ത വന്നതുകൊണ്ടാണ് അവിടെ യുലാഖു എന്നായി മാറിയത്. സാധാരണ ഹത്ത വരുമ്പോൾ ഹത്തയ്ക്ക് ശേഷം ഒരു അൻ മറിഞ്ഞിരിക്കുന്നു എന്ന് പറയും. അൻ വന്നു കഴിഞ്ഞാൽ എന്തായാലും അൻ, ലൻ, ഇതൻക ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നസ്ബാണല്ലോ. അപ്പോൾ ഹത്തയ്ക്ക് ശേഷം ഒരു അൻ ഉണ്ടെന്ന് വിചാരിക്കുക. അൻ യുലാഖു എന്നല്ലേ പറയുള്ളൂ, അന്നിന് ശേഷം യുലാഖൂന പറയില്ലല്ലോ. അപ്പോൾ ആ രൂപത്തിൽ അങ്ങനെയും മനസ്സിലാക്കാം. ഇനി ഏതിനെ കണ്ടുമുട്ടുന്നവരെ? യൗമ, ദിവസത്തെ. അപ്പോൾ ആ യൗമ എന്നുള്ളത് മഫ്ഉലുൻ ബിഹിയാണ്, ഒബ്ജക്റ്റാണ്, കർമ്മാണ്, അതിന് നസ്ബ് കിട്ടണം. അതുകൊണ്ടാണ് യൗമ ഫതഹ ഇട്ട് എഴുതിയത്. അല്ലദീ ഫീഹി യുസ്അഖൂൻ യൗമ ലാ യുഗ്നി അൻഹും കൈദുഹും ഷൈഅൻ വലാഹും യുൻസറൂൻ വ ഇന്ന ലില്ലസീന ളലമു അസാബൻ ദൂന ദാലിക വലാകിന്ന അക്സറഹും. ഇവിടെ ശ്രദ്ധിക്കണം, ലാക്കിന്ന എന്നുള്ളത് ഇന്ന വാഹ്വാത്തിൽപ്പെട്ടതാണ്. ഇന്നയും അതിൻ്റെ സഹോദരിമാരും എന്നുള്ള കൂട്ടത്തിൽപ്പെട്ട കുറേ പദങ്ങളുണ്ട്. ഇന്ന, അന്ന, കഅന്ന, ലാക്കിന്ന പോലെയുള്ള. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരേ നിയമമാണ്. ഇതിൻ്റെ ഇസ്മിന് നസ്ബ് കിട്ടും, ഇതിൻ്റെ ഖബറിന് റഫ് കിട്ടും. ഇന്നല്ലാഹ ഗഫൂറുൻ എന്നല്ലേ പറയാം, ഇന്നല്ലാഹു എന്ന് പറയില്ലല്ലോ, ഇന്നല്ലാഹ എന്നാണ് പറയാം. അതേപോലെ തന്നെയാണ് ലാക്കിന്ന വന്നു കഴിഞ്ഞാൽ ലാക്കിന്ന അക്സറു എന്ന് പറയില്ല, ലാക്കിന്ന അക്സറ എന്നാണ് പറയാം. ഇന്നയാണെങ്കിലും അന്നയാണെങ്കിലും അന്നയാണെങ്കിലും ലാക്കിന്നയാണെങ്കിലും ഒക്കെ ഇത് എന്തിനെക്കുറിച്ചാണോ പറയുന്നത് ആ പദം അതിന് ശേഷം വരികയാണെങ്കിൽ അതാണ് അതിൻ്റെ ഇസ്മ്. ഇന്നയുടെ ഇസ്മ്, ലാക്കിന്നയുടെ ഇസ്മ്, അന്നയുടെ ഇസ്മ് എന്നൊക്കെ പറയും. ആ ഇസ്മുകൾക്ക് എപ്പോഴും ഇറാബ് നസ്ബായിരിക്കും. ഇപ്പോൾ ഇവിടെ ലാക്കിന്നയുടെ ഇസ്മ്, ലാക്കിന്ന എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത്? അക്സറ, അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ആ പദം ലാക്കിന്നയുടെ ഇസ്മാണ്, അതിന് നസ്ബാണ് കിട്ടേണ്ടത്. അതുകൊണ്ടാണ് അക്സറ എന്നിട്ടത്. ഖുർആനിൽ തന്നെ മറ്റ് പല സന്ദർഭങ്ങളിലും നമുക്ക് അക്സറുഹും, അവിടെ അക്സറു എന്നെഴുതിയ രൂപത്തിൽ കാണാൻ പറ്റും. ബൽ അക്സറുഹും ലാ യഅലമൂൻ എന്നുള്ള രൂപത്തിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ലാക്കിന്ന വരുന്ന ഖുർആനിൽ ലാക്കിന്ന അക്സറ എന്നേ വന്നിട്ടുണ്ടാവുള്ളൂ, ലാക്കിന്ന അക്സറു എന്ന് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ലാക്കിന്ന വരുന്ന സന്ദർഭങ്ങളിലൊക്കെ അക്സറ എന്നാണ് പാരായണം ചെയ്യേണ്ടത്. ശ്രദ്ധിക്കണം, കാരണം നമ്മൾ മറ്റ് പല സ്ഥലങ്ങളിലും അക്സറുഹും എന്ന രൂപത്തിൽ പഠിച്ചു പോയതുകൊണ്ട് ഇത് ലാക്കിന്ന അക്സറുഹും എന്ന് പാരായണം ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ലാക്കിന്നയ്ക്ക് ശേഷം അക്സറ എന്നാണ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. വലാക്കിന്ന അക്സറഹും ലാ യഅലമൂൻ, അത് ഈ ലാ യഅലമൂൻ എന്നുള്ള ഭാഗമാണ് ലാക്കിന്നയുടെ ഖബർ. ഈ പദങ്ങളൊക്കെ വരുമ്പോൾ ഇന്ന, അന്ന, കന്നൊക്കെ വരുമ്പോൾ അതിനൊരു ഇസ്മും ഉണ്ടാവും, ഖബറും ഉണ്ടാവും പൊതുവേ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഇസ്മുകൾക്ക് നസ്ബും ഖബറുകൾക്ക് റഫുമാണ് കിട്ടുക. ഇപ്പോൾ ഇവിടെ ലാ യഅലമൂൻ എന്നുള്ള ഒരു ഒന്നിച്ചൊരു പദപ്രയോഗം ആയതുകൊണ്ട് അതിന് റഫ് ഇട്ട് കൊടുക്കാനൊന്നും പറ്റില്ല, അത് റഫിൻ്റെ സ്ഥാനത്താണെന്ന് പറയാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.